അൻവറിൻ്റെ ഈ നിലപാട് തികച്ചും അടിസ്ഥാനരഹിതമാണ്. അൻവർ CPMൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമായിരുന്നു. CPMൻ്റെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തിച്ചത് ഞാനാണ്. ഇപ്പോഴും പാർട്ടി സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നത് ഞാനാണ്. അൻവറിൻ്റെ നിലപാടിനെ സംബന്ധിച്ച് പലപ്പോഴും അൻവറുമായിട്ട് ഞങ്ങളെല്ലാം സംസാരിക്കാനിട വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ CPMോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് പറഞ്ഞ ഒരു ആരോപണമല്ല ഇത്. അദ്ദേഹം സ്വയമേവ ഉന്നയിച്ച ആരോപണമാണ്. അതിനടിസ്ഥാനമായി അദ്ദേഹത്തിൻ്റെ കൈവശം തെളിവുണ്ട് എന്നാണ് അദ്ദേഹം നാടിന് മുമ്പിൽ പറഞ്ഞത്. നിയമസഭയിലും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. നിയമസഭയിലെ രേഖ പരിശോധിച്ച് കഴിഞ്ഞാലും അത് കാണാൻ സാധിക്കും. അത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു നിലപാട്, ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ളൊരു നിലപാട് മാത്രമാണ് അന്ന് ഞങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അൻവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണം, ശശിക്കെതിരായി ഉന്നയിക്കുന്ന ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്. അത് വസ്തുതാ വിരുദ്ധമാണ്. അതാണ് യാഥാർത്ഥ്യം. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ആശങ്കയ്ക്ക് അത് വരട്ടെ. CPMനൊരു ആശങ്കയുമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ആശങ്കയില്ല. തെരഞ്ഞെടുപ്പ് വന്നാൽ അതിനെ ഏറ്റവും ഫലപ്രദമായ നിലയിൽ തന്നെ നേരിടാൻ കഴിയും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. ഇടതുമുന്നണിക്ക് ബാധ്യതയായിരുന്നു അവസാന ഘട്ടത്തിലൊക്കെ. ഞങ്ങൾക്കൊന്നും ഒരു ബാധ്യതയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്ത് ബാധ്യത? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ബാധ്യത? അദ്ദേഹം നിലനിൽക്കുകയാണെങ്കിൽ ബാധ്യത തന്നെയാണ്. അങ്ങനെ ഒരവസ്ഥ ഇല്ല ഇപ്പോൾ കേരളത്തിൽ. മുന്നണി വിട്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. വിട്ടുപോയത് കൊണ്ട് മുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ബാധ്യത ഇദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് വരാനില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിക്കാൻ കഴിയില്ല. അദ്ദേഹം ഇങ്ങനെ മാറ്റി മാറ്റി പറയല്ലേ. അതിപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കാകെ ബോധ്യമായല്ലോ. കേരളത്തിൽ CMനെതിരായിട്ടാണ്, മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ഏറ്റവും കടുത്ത ആരോപണം അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹം എൻ്റെ ബാപ്പയെ പോലെയാണ്. ബാപ്പയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇതൊക്കെ കേരളത്തിൽ നമ്മുടെ ജനങ്ങൾ കണ്ടിട്ടുള്ള വിഷയങ്ങളല്ലേ. ഇവിടെ ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. CPMനെതിരായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി അങ്ങേയറ്റത്തെ വൃത്തികെട്ട ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്.